രാജ് രൂപാന്തര ചില സ്ഥലമൊക്കെ ഇമോഷണലി ഭീകരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. സൂപ്പർ. ചില കഥകൾ ശരിക്കും അതേ പറ്റിയിട്ട് പറയാം. ഇവിടെ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ചെയ്തിട്ട് നിൽക്കുക. ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു സബ്ജക്റ്റ് ഹിറ്റാവുന്നത് നമ്മുടെ ഒരു ഭാഗ്യവും കൂടിയാണ്. നമ്മുടെ ഓഡിയൻസിനെ കുറിച്ചുള്ള മതിപ്പ് കൂടിയില്ലേ പറഞ്ഞ? എപ്പോഴും എനിക്ക് ഓഡിയൻസിനെ പറ്റി ഭയങ്കര മതിപ്പാണ്. വെറുതെ ഒരു സിനിമ വിജയിപ്പിക്കാറുമില്ല, വെറുതെ ഒരു സിനിമ പോകാറുമില്ല. ചില സിനിമകൾ ഓഫ് കോഴ്സ് വന്നിട്ട് നമ്മൾ ഓഡിയൻസിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഓഡിയൻസ് എപ്പോഴും റൈറ്റ് ജഡ്ജ്മെന്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും. കിഷ്കിന്ദ കാണ്ഡം അതിന്റെ കണ്ടന്റും നമ്മുടെ ഡയറക്ടറും റൈറ്ററും ബാഹുലേട്ടനും രഞ്ജിത്തേട്ടനും ഒക്കെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഷൂട്ട് ഭയങ്കര ലൈറ്റ് ആയിരുന്നു. നമുക്കും ഭയങ്കര ഇതൊരു ഭയങ്കര ഭാരമുള്ളൊരു ഷൂട്ടായിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കിഷ്കിന്ദ കാണ്ഡത്തിന്റെ. പക്ഷെ കുട്ടേട്ടൻ ഈ പറഞ്ഞ മാതിരി കുറെ സീൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ പക്ഷെ അത് ആൾക്കാർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ ഇത്തരം ഒരു ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പടമായിരിക്കും ഇതെന്നുള്ളത്? കാരണം ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളൊരു രീതിയിലായിരിക്കും അതിന്റെ ഷൂട്ട് നടന്നിട്ടുണ്ടാവോ, ഭയങ്കരമായിട്ടുള്ള സംഭവ വികാസങ്ങളില്ല. പക്ഷെ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെയായിരുന്നു നമ്മളും അറിയില്ല അങ്ങനെ ഒരു സബ്ജക്റ്റ് ഈ പറഞ്ഞ മാതിരി. അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഓണം പോലത്തെ ഒരു സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നമ്മള് ഇപ്പം വളരെ ആഘോഷിക്കുന്ന സിനിമകൾ നമ്മുടെ കൂടെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ലൈക്ക് പ്രോപ്പർ നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫെസ്റ്റിവൽ മൂഡാണല്ലോ വരിക. അപ്പം അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു മൂഡുള്ള പടമല്ല ഇത് കിഷ്കിന്ദ കാണ്ഡം. അപ്പൊ ആ സമയത്ത് ഇത് ഇറക്കുമ്പം നമ്മള് ആൾക്കാർക്ക് ആ ഒരു കാണാനൊരു മൂഡ് ഉണ്ടാവണമല്ലോ ആൾക്കാർക്ക്. ഇതിപ്പോ ഭയങ്കര സന്തോഷത്തിൽ ഓണത്തിന്റെ ഇതിലിരിക്കും. പക്ഷെ ഈ പറഞ്ഞ മാതിരി അവിടെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഓഡിയൻസിന്റെ റൈറ്റ് ജഡ്ജ്മെന്റ് കാരണം തന്നെയാണ് ആ സിനിമ ഭയങ്കര നന്നായിട്ട് ഇപ്പം അത്രയും ഫെസ്റ്റിവൽ മൂഡിൽ ഇറങ്ങിയ പടങ്ങളുടെ കൂടെ തന്നെ അത്രയും ഗംഭീരമായിട്ട് ആൾക്കാർ സ്വീകരിച്ചതും ഭയങ്കര നന്നായിട്ട് പോയതും. അടിപൊളി. ഈ പടത്തെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് കൊണ്ടാണ് ഞാൻ അപർണയുടെ അടുത്ത് സംസാരിക്കാൻ വിചാരിച്ചത്. ശരിക്കും നിങ്ങൾ ടർബോയിലൊക്കെ വന്ന് ഭയങ്കര ഹെലികോപ്റ്ററിലൊക്കെ ഇറങ്ങി പ്രകടനമൊക്കെ നടത്തി പോയിട്ട് അവിടെ ഗ്രാമത്തിലെ ഒരു ലേമാനായിട്ട് അല്ലെങ്കിൽ ഒരു സാധാരണ വില്ലൻ എന്ന് വിചാരിക്കാവുന്ന ഒരു ഗൂണ്ട സെറ്റപ്പ് ആണെങ്കിൽ പക്ഷെ ഒരു സാധാരണക്കാരനാണ്. എല്ലാ മാനറിസംസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. രാജു ഭയങ്കര രസമായിട്ടുള്ള, പക്ഷെ അതിലുപരി അതിലെ പല കഥകൾ 4 പേരാണല്ലോ നിങ്ങൾ പ്രധാനപ്പെട്ട കണക്ട് ചെയ്യപ്പെടുന്ന 4 കഥകൾ. അതിനകത്ത് ആ മനുഷ്യൻ ഹോസ്പിറ്റലിനകത്ത് കയറിയിട്ട് നോക്കുന്ന നോട്ടമുണ്ട്. എൻ്റെ ഉള്ളിൽ പോട്ടെ എവിടെയാണ് നൊന്തെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പോയി പിടിച്ചു. ശരിക്കും ആ പടത്തെ കോറൈറ്റർ കൂടെ ആയിരുന്നല്ലോ, സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. ആ പടം അങ്ങനെ വരുന്ന സമയത്ത് ചില സിനിമാറ്റിക് എലമെന്റ്സ് ഇനിയും ബൂസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ പടം ചെയ്യുന്ന സമയത്ത് സംവിധായകനുമായിട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ എന്തായിരുന്നു മനസ്സിൽ, എങ്ങനെ പ്ലേസ് ചെയ്യപ്പെടണമെന്നായിരുന്നു? അതിന് കംപ്ലീറ്റ് ക്രെഡിറ്റ് അതിന് ഡയറക്ടർ മിഥിലേഷ് എടവലത്ത് അവനക്ക് പോകണം. എന്താ വെച്ചാൽ ആ ക്യാരക്ടർ ആ 2 പേരുണ്ടല്ലേ, ആ ഓൾഡ് കപ്പിൾ, അത് നമ്മൾ ഇപ്പൊ ഇവിടെ വന്നാലും നമ്മൾ ഇവിടെ എന്തിനാ ഇവിടെ വന്നത് അങ്ങനത്തെ ചോദ്യം ഞങ്ങൾക്ക് വരും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇവിടെ വരുമ്പോൾ എന്താ നടക്കുന്നത് അത് നമുക്ക് മനസ്സിലാവാനില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ പെർസ്പെക്റ്റീവ് ദാറ്റ് ഫിലിം പുട്സ് ഇൻ ടു. അത് അവന് ആക്ച്വലി മിഥിലേഷ് വെൻ ഹി റോഡ് ദ തിങ് ഇറ്റ് വാസ് വെരി ട്രാജിക്കൽ. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എനിക്ക് കുറച്ചും കൂടി റിലേഷൻ ഒരു റൊമാൻറ്റിക് ആയിട്ടും ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന്. അതെന്താ വെച്ചാൽ അത് റൊമാൻറ്റിക് ഇല്ലെങ്കിൽ ആ റിലേറ്റബിലിറ്റി കിട്ടൂല. പക്ഷെ അവരുടെ റൊമാൻസിലും കുറച്ചും കൂടി ഒരു ഹാർഡ് ഇതുണ്ട്, ഒരു സിനിമാറ്റിക് റൊമാൻസ് അല്ല. അവരുടെ എപ്പോഴും ഫൈറ്റ് ആണ്, അടിയാണ്. പക്ഷെ 2 പേർക്കും അവരുടെ ഉള്ളിലുണ്ട്, ഐ മീൻ ഹൗ മച്ച് ദ അതർ പേഴ്സൺ ലവ്സ് ദം. And when a person like him or her comes to Bangalore, that was the only dream. അപ്പോൾ അവർക്ക് എന്താ കാണും, അവരുടെ സിറ്റി എന്താ, പിന്നെ അവരുടെ ഇന്നോസെൻസുക്കും സിറ്റിയുടെ ഒരു ക്രൂവൽറ്റിക്കും ഡിഫറൻസ് എന്താ, ഇതാണ് എഴുതുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ. അതിന് എക്സ്പ്ലോറേഷൻ ആണ് രൂപാന്തര. പക്ഷെ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറും അതിൽ ആ ഓൾഡ് കപ്പിൾസ് ആണ്. അതെ, ഞാൻ എൻ്റെ ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് ആ സ്റ്റോറി മാത്രം ഒരു പടം ചെയ്തിട്ടുള്ള അതെ അത്ര കണ്ടന്റ് ഉണ്ട് അതിൽ. അതെ, അത് സ്ട്രോങ് ആണ്. ശരിക്കും ഉള്ളിൽ നീറുന്ന ഒരു കണ്ടന്റ് എന്ന് പറയില്ലേ, നമ്മൾ അവർ കാണുമ്പോൾ അയാൾ ആ ഹോസ്പിറ്റലിൽ ക്യൂ നിൽക്കുന്ന സമയത്തെ ഞാനായിരുന്നു ശരിക്കും ക്യൂവിൽ. അയ്യോ അതെ, എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു, ഞാൻ പേടിച്ച സീനാണ്. അതെ, മനസ്സിലായി. അതെന്താ വെച്ചാൽ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, ആ ഡിസീസ് എന്താ ഇവനക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർ വന്നിട്ട് he will explain, like she will explain what is the disease and he cannot understand. The only question he asks is will she become proper.
അത്രേ ഉള്ളൂ. ആ ക്യൂ നിൽക്കുമ്പോൾ അവനക്ക് അറിയില്ല ക്യൂ എന്താ. ഹി വിൽ കം ആൻഡ് സംബഡി വിൽ സ്കോൾഡ് ആൻഡ് ലൈക്ക് ഗോ ദർ. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഇവനാണ് ഹീറോ, പക്ഷെ നിങ്ങൾ ആ ക്യൂല് ഇന്നെങ്കിൽ ഈവൻ യു ഡു ദ സെയിം തിങ് ലൈക്ക് ഗോ ആൻഡ് കം ബാക്ക്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് ഹീറോ. we don't see the perspective of other human beings, and the beauty of cinema is it makes you think like other person, and it makes you think for other person. I think we explored rightly in Rupantara. That's the reason it's one of my favorite film. അടിപൊളി. ആ സിനിമ ഒന്നുകൂടെ ഒന്ന് ഡെവലപ്പ് ആവണം കേട്ടോ. തീർച്ചയായിട്ടും. രുധിരത്തെ കുറിച്ച് സംസാരിച്ചോളാം. എന്താണ് ശരിക്കും രുധിരം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ബ്ലഡ് ആണ്. ട്രെയിലർ കണ്ടു, കുറച്ച് ബ്ലഡ് ഒക്കെ വീഴുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ മനുഷ്യനൊരു സൈക്കോ ആണെന്ന് അറിയാലോ. ക്യാരക്ടർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. ത്രില്ലർ ഡ്രാമ, ഒരു റിവെഞ്ച് എല്ലാം ഉള്ള ഒരു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ശരികളും തെറ്റുകളും അവരുടേതായിട്ടുള്ള ന്യായങ്ങൾ ഉണ്ടെന്ന് പറയുന്നതിലേക്ക് എത്തുന്ന ഒരു കോൺസെപ്റ്റാണ് രുധിരം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ആ കഥയാണെങ്കിലും ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു സിനിമ. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം ഇത് കമ്മിറ്റ് ചെയ്തതും. അത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നി. ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് രുധിരത്തില്. കുറെ കാര്യങ്ങൾ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പം ആ ഒരു പുതുമയാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് സിനിമ ചെയ്യാൻ, കമ്മിറ്റ് ചെയ്യാനായിട്ട്. ശരിക്കും എന്താ രുധിരം? എക്സ്പ്ലോറേഷൻ. ഒരു ഇപ്പോൾ നോർമലി കാണുമ്പോൾ ഒരു നമുക്ക് ഈസിലി ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇയാള് ശരിയാണ്, ഇയാള് തെറ്റാണ്, ഇയാള് റൈറ്റ് ആണ്, റോങ് ആണ്. അതിന്റെ ഒരു ജഡ്ജ്മെന്റ് ഇതിൽ കുറച്ചും കൂടി ബ്ലറാവും. സോ എൻ്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു. അവനൊരു ഡോക്ടറാണ്, ഒരു നോർമൽ ലൈഫ് ഉണ്ട്. പക്ഷെ അവൻ്റെ ഉള്ളിലൊരു പെയിൻ ഉണ്ട്, അവൻ്റെ ഉള്ളിലൊരു ഹാർഡ്നെസ് ഉണ്ട്, പിന്നെ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇതിന്റെ എക്സ്പ്ലോറേഷൻ ആണ് രുധിരം. സോ ഹൗ ഫാർ എ പേഴ്സൺ മൈറ്റ് ഗോ ഫോർ റിവെഞ്ച്, അത് അവനക്ക് എങ്ങനെ ബാധിക്കൂ, അത് വേറെ ആൾക്കാർക്ക് എങ്ങനെ ബാധിക്കൂ. പക്ഷെ അവന്റെ സ്റ്റോറി കേൾക്കുമ്പോൾ നമുക്കത് ശരിയാണ്, ഇന്ന് ഇവളുടെ സ്റ്റോറി കേൾക്കുമ്പോൾ അതും ശരിയാണ്. സോ ഇറ്റ് മേക്സ് യു ലൈക്ക് ബ്ലർ ദ ലൈൻ ഓഫ് ജഡ്ജ്മെന്റ്. അതാണ് രുധിരം. ഈ ടോബിയിലെ ചില മാനറിസംസ് ഇഷ്ടപ്പെടുന്നു. ഈ ടർബോയില് ഞാൻ മുമ്പ് രാജുവിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചാടി കയറിയിരിക്കുന്ന ഒരു മാനറിസം. അത് ഒരു വേറൊരു സംഗതിയാണ്, നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു സംഗതിയാണ്. അതേപോലെ തന്നെയാണ് ഈ രൂപാന്തരയില് ഈ കൈ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സീനുണ്ട്. വേറെ ലെവൽ സാധനം. നിങ്ങൾ എന്തിനാ അത്ര നീട്ടിയത്? അത് നീട്ടും തോറും ഉണ്ടല്ലോ ഈ സാധനം. ഇതൊന്നും പറഞ്ഞു. ഇപ്പൊ നമുക്ക് ആക്ട് ചെയ്താൽ അത് വരില്ലേ, അത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാനല്ലേ. അവന്റെ അടുത്ത് പറഞ്ഞു, നീ ബൈറ്റ് ചെയ്തു, ഐ വിൽ പുഷ് യു ബട്ട് യു ഡോണ്ട് ലീവ് മീ. ഓ അങ്ങനെയല്ലേ, ഇല്ലെങ്കിൽ അത് കാണുമല്ലേ. If I put a leg, in one scene I'll put a leg on his face and I'll kick and push and the hand is not coming. So അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയാൽ എനിക്കും അത് വേണം. അപ്പോൾ എന്നെ നീ പേടിക്കണ്ട. സോ ചെറുതായിട്ട് ഒരു എന്താ ഒരു ഇത് കവർ ചെയ്തു. സോ അതിന്റെ മേൽ അവൻ പിടിച്ചു. പക്ഷെ വേദന ഉണ്ട്, എനിക്കും നല്ല വേദന ഉണ്ട്. അയ്യോ എന്താ ചെയ്യുന്നത് ഇവർക്ക്. പക്ഷെ ദാറ്റ്സ് ദ റീസൺ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഈ സീൻ ഒരു ലൈക്ക് ലെറ്റ് ദ സീൻ ഫിനിഷ്. ഐ തിങ്ക് ദാറ്റ് ഈസ് ദ സ്പേസ് വി need the audience to travel. പക്ഷെ ഇത്രയും നീട്ടണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എടുത്തു വെച്ച് ഇയാൾ ഇത്ര മണ്ടനാണോ എന്താ ചെയ്യാന്നൊക്കെ. If that doesn't translate to you, it won't remain in you. It should remain in the space because അവൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഈഗോ ഇഷ്യൂ അല്ലേ അവന്റെ, ഒരു പ്രോബ്ലമും ഇല്ല. എൻഡിൽ അവന്റെ മുഖം കാണുമ്പോൾ നമുക്ക് വിഷമാവും, ഈ ആൾ എന്തിനാ, why did he got murdered for nothing. ഫോർ നത്തിങ്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മാത്രം അത് ബാധിക്കും നമുക്ക്. അയ്യോ എങ്ങനെയല്ലേ ലൈഫ്, എങ്ങനെയല്ലേ വെറുതെ ചുമ്മാ പോയി ഒരു ലൈഫ്. ഐ തിങ്ക് ദാറ്റ് നീഡ്സ് ടു ട്രാൻസ്ലേറ്റ് rather than other things.